ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുഖല്ലേ? അൽഹംദുലില്ലാ എനിക്കും സുഖം. അപ്പോൾ ഇന്ന് റമളാൻ മൂന്നാമത്തെ ദിവസമാണ്. അങ്ങനെ ഇതാ അസ്ർ നിസ്കാരം ഓത്തും എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നു. അപ്പൊക്ക് ഇത് ചെറിയ ചെറിയല്ലേ മറ്റേ കോള് കൊണ്ടുവച്ചിട്ടുണ്ടായിന്, അങ്ങനെ അത് പിന്നെ വെറുവാക്കാം. പിന്നെ കുറച്ച് പത്തല് ചുടാന്ന് വിചാരിച്ചു. ഇവിടെ നോമ്പിൻ്റെ നാളിലില്ലേ കോള്, കൂന്തല്, ഞണ്ട് അങ്ങനത്തെ വലിയ പൊതുവെ ഇഷ്ടം അവിടെ എല്ലാവർക്കും. എനിക്കത്ര താല്പര്യം, ഞങ്ങൾക്ക് നല്ല അങ്ങനെ മീനോട് ഇഷ്ടം, ചിക്കൻ മീൻ അങ്ങനെയാണ് ഇഷ്ടം. നമ്മൾ കോളിന് നീരുള്ളി തക്കാളി മുറിച്ചിട്ടെടുത്ത് ഇനിയിപ്പോൾ ഇത് കോള് വറവാക്കാനിട്ട് ഇതിൽ കുറച്ചുണ്ട്. പിന്നെ ഞാൻ അതിലേക്കില്ല, അതിൽ കുറച്ച് കോൾ എടുത്തിട്ട് പിന്നെ ഇറാനിപ്പോളൻ്റെ അങ്ങനത്തെ കൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. നല്ലതുപോലെ കഴുകി ചൂടുവെള്ളത്തിലെല്ലാം ഇട്ടിട്ട് കഴുകിയിട്ട് എടുത്തു. പിന്നെ ഇന്ന് ഞാനില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്പ്രിങ് റോളും പിന്നെ ഇറാലി പോള ഉണ്ടാക്കാൻ. ഇറാലി പോള ഞമ്മ ഇതില്ലേ കോളിൽ തന്നെ കുറച്ച് കോള് മാറ്റി വെച്ചിട്ടായിട്ട് അതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നിട്ട് എപ്പോൾ ചിക്കനല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം അങ്ങനെ ഇതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെതാ പിന്നെ നമുക്കിനി കോളിലേക്ക് ഫസ്റ്റ് നമ്മുടെ പേരിൽ ഫസ്റ്റ് പിന്നെ കറീൻ്റെ പണി അങ്ങനെ ആയെങ്കിൽ നമുക്ക് ഭയ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഫസ്റ്റ് കറീൻ്റെ എല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെ അപ്പത്തിൻ്റെ അങ്ങനെ നോക്കാം, പിന്നെ ജ്യൂസ് അങ്ങനെ ആക്കിയിട്ടെടുക്കാം. പിന്നെ ഞാൻ ഒരിക്കലേ ബീം ജ്യൂസ് തന്നെ ഫ്രീസറിൽ വെക്കും. അപ്പോൾ നമുക്ക് പിന്നെ പയ്യെ ജ്യൂസ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ തിരക്കില്ലേ. നമുക്കിപ്പോൾ അസ്ർ നിസ്കരിച്ചിട്ട് കിച്ചണിലേക്ക് അങ്ങനെയല്ലേ, നമുക്ക് എന്തിപ്പോൾ സമയം കിട്ടുന്നില്ല. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് കഴിഞ്ഞിട്ട് 2-3 പണി എടുക്കുമ്പോഴൊക്കെ നമുക്ക് ബാങ്കിന് സമയമാണ്. പിന്നെ തിരക്കാണ് എന്തല്ലെങ്കിലും കുറച്ചെങ്കിലും അതിൻ്റെ ഒരു ഇത് വേണ്ടേ, ടൈം വേണ്ട. ആ ടൈം നമുക്ക് കിട്ടുന്നേ ഇല്ല. അങ്ങനെ ഇതാ മറ്റേലില്ലേ ഞാൻ പിന്നെ കോള് കറിക്ക് അതിൽ മറ്റേ അടുപ്പിൽ വെച്ച് ഇതിൽ ഞാൻ വിചാരിച്ച് മസാല ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്നായെങ്കിലേ ബിയ്യം പണി തീരുമല്ലോ. ഞാനങ്ങനെ ഇതാക്കും, ഒന്ന് വെച്ചെങ്കിൽ പിന്നെ അങ്ങനെ വെച്ചിട്ട് രണ്ട് ഗ്യാസിലും ബിയ്യം പണി തീർക്കും. അങ്ങനെ അതാ ഇതിനും വേണ്ടിയിട്ട് പിന്നെ കോളിൻ്റെ ഇറാലി പോള ഉണ്ടാക്കുക, പിന്നെ സ്പ്രിങ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ഞാൻ നീരുള്ളിയെല്ലാം ഒരേ തന്നെ മുറിച്ചിട്ട് വെക്കൽ. ഒന്നിൽ തന്നെ ഒരേ മസാല ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒരേ തന്നെ ആക്കും. നീരുള്ളിയെല്ലാം ചില്ലിയിട്ടും എല്ലാം അതിൻ്റെ പച്ചമുളക് അത് ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ ഞാൻ മസാലക്കൂട്ടും വേറെ വേറെ ഇടും. കുറച്ച് പകുതിയാക്കിയിട്ട് മസാലക്കൂട്ട് വേറെ ഇടല്. രണ്ടിലും നീരുള്ളിയില്ലേ വേവിക്കാൻ വെക്കും. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുത്തേക്കില്ലേ അവിടെ മൂടി വെച്ചെങ്കിൽ കറീൻ്റെ അത് മൂടി വെച്ചെങ്കിൽ അവിടെ വെന്ത് കിട്ടും, നല്ല പോലെ വെന്ത് കിട്ടും. ഇതിലേക്കും അങ്ങനെ കുറച്ച് ഞാൻ ഉപ്പിൻ്റെ പൊടി ഇട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ മഞ്ഞൾ ഉണ്ടാക്കിയ അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് ആഡാക്കി കൊടുത്ത് ഒരു സ്പൂണ് പച്ചമുളക് പേസ്റ്റ്. പച്ചമുളക് നല്ലോണം വേണ്ട, നല്ല കാരമുള്ള പച്ചമുളക് ഉണ്ടായത് എൻ്റെ അടുത്ത്. അപ്പോൾ കുറച്ച് ഒരു സ്പൂണിൻ്റെ അകത്ത് ചെറിയ സ്പൂണ് അങ്ങനെ ഇട്ടെടുത്ത് പിന്നെ മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പില കരിച്ചപ്പില മിക്സാക്കിയിട്ട് അരച്ചതല്ല അത് നല്ല ഉപകാരമാണ്. നമുക്കിനി വേറെ ഇനി മല്ലിച്ചപ്പും കരിച്ചപ്പില ഇട്ട് കൊടുക്കണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ആയില്ലേ. അപ്പം ഇന്നില്ല കുറച്ച് മസാല എനിക്ക് റോളിന് പിന്നെ കുറച്ച് ഇത് ഇറാനിപ്പോള മറ്റേ ഇതിൻ്റെ ഉണ്ടാക്കാൻ വിചാരിച്ച് കോളിൻ്റെ ഉണ്ടാക്കാം. പിന്നെ റോള് ചിക്കൻ്റെത്, അപ്പം അത് മസാല കുറച്ച് മാറ്റിയിട്ട് വെക്കാം. ചിക്കൻ എടുത്ത് കൊടുക്കാം.
ഇതിലേക്ക് ഇല്ലേ ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. ഞാനിങ്ങനെ നീരുള്ളി കാഴ്ചത്തേക്ക് ഇങ്ങനെ തന്നെ കൊടുക്കല്, മറ്റിച്ചാല് കൊടുക്കല്ല. ഇങ്ങനെ കൊടുത്തെങ്കിൽ അല്ലാണ്ട് ഇതിലേക്ക് ഇങ്ങനെ മസാല ഇട്ടിട്ട് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇത് മാഗി മസാല പോലെ ഇട്ടിട്ട് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ആക്കി ഓക്കെ. അപ്പോൾ ഇത് സ്പ്രിംഗ് റോളിന് ആയി മസാല ഈസി ആയിട്ട്. ഇനി ഞാനില്ലേ കുറച്ച് കോഴി ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇത് കോള് ഇതാക്കണം, ചൂടാക്കണം. കുറച്ച് മതി. ഇതാണ് കോളൊക്കെ ഇതിലേക്ക് മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി തീർക്കാം. ഇത് ബാക്കിയുള്ളത് ഇതിപ്പോൾ തക്കാളി, ഉള്ളി, പച്ചമുളക് ഇങ്ങനെ മസാലയില്ല അല്ലേ, ഇതിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി തേങ്ങ ഇട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് കൊടുത്തേ. അപ്പൊ ഇതിലേക്കില്ല കുറച്ച് ഗരം മസാല, വേറെ മസാല ഇട്ട് കൊടുക്കണ്ട, ഗരം മസാല ഇട്ട് കൊടുത്തില്ല. പിന്നെ മഞ്ഞൾ ഇടണം. മഞ്ഞൾ ഞാൻ പച്ചമഞ്ഞൾ അതിലേക്ക് മിക്സ് ആക്കില്ലല്ലോ. അതുകൊണ്ട് ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തേങ്ങ ചിരങ്ങിട്ട് ഇട്ട് കൊടുത്ത് മതി. നമ്മുടെ കൂള് കറി ഇത് റെഡി. ഇതിലേക്ക് പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കൊടുക്കണം. ഒരു സ്പൂൺ മുളക് പൊടി നല്ലപോലെ ഫ്രൈ ആക്കി തീർക്കണം. നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് മല്ലിച്ചപ്പല് ക്യാപ്സിക്കം മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഡ്രൈ ആണ്, ഡ്രൈ ആയിട്ട് നല്ല ഉണ്ടാവും. അതിനിതാ ഇറാനിക്കോളൻ്റെ മാവ് തയ്യാറാക്കാം. അതിലേക്ക് ഞാനില്ല കപ്പ് അനുസരിച്ചിട്ടാണ് ഓരോരോ കപ്പ് നമുക്ക് നല്ലതുപോലെ അറിയുന്നു. അപ്പോൾ നമുക്കൊരു ഫുള്ളി ഇറാനിക്കോളൊക്കെ തേയുന്നു. അതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ, ഒരു കപ്പ് അരക്കപ്പ് എണ്ണ, പിന്നെ ഒരു കപ്പ് പാല്, 2 മുട്ട, ഒരു നുള്ളു ഉപ്പ്. അപ്പോൾ അത് ഇട്ടിട്ട് ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കും. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, 4 അല്ലിയിലേക്ക് ചെറിയ ചെറിയ ഇതില്ലേ. അങ്ങനെ ഇതാ ഇറാനിക്കോളൻ്റെ പണിയെല്ലാം തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നോമ്പിന് ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു സമയം പോക്കാറ്. നിസ്കാരം പോത്തും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എല്ലാം ഓരോന്നും ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കാം. നമ്മളെ മക്കൾക്ക് അല്ലാണ്ട് പിന്നെ ആരെല്ലാം കൊടുക്കാനല്ലോ. അപ്പോൾ അവർ ചോദിക്കുന്നത് ഓരോന്നും മൈന്തിൻ്റെ ഉണ്ടാക്കുമ്പോൾ അതൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കാം. നമുക്ക് നല്ലോണം സന്തോഷമാണ്. അവിധ ഞാൻ പറഞ്ഞില്ലേ, നല്ല പോലെ ഡ്രൈ ആക്കണം. നീരുള്ളിയും പിന്നെ ഇതെല്ലാം കോളെല്ലാം നല്ല ഡ്രൈ ആക്കിയിട്ട് കൊടുക്കണം. ഇല്ല ചണ്ടി നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലതാക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് മാവ് ബാക്കിയുണ്ട മാവ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തെങ്കിൽ അപ്പോൾ നമ്മൾ ഇറാനി പോലെ റെഡിയായി. അത് പിന്നെ അടിപ്പാക്കം നല്ലതുപോലെ പിന്നെ ഒരു കാഞ്ഞിട്ട് കിട്ടും. പിന്നെ മുകളിൽ വെന്ത് കിട്ടും. എന്നിട്ടായിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് പറയാനുണ്ട്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. എങ്ങനത്തെ വീഡിയോ വേണം, വീഡിയോ എങ്ങനത്തെ എല്ലാം വേണമെന്ന് നിങ്ങളുടെ അഭിപ്രായം പോലെ ഞാൻ ഇടും. അതിൻ്റെ ഇടയിലില്ലേ ഇപ്പുറത്തെ ഇറാനിപ്പോളെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെ ഇത് സ്പ്രിംഗ് റോളിന് അതിൻ്റെ ദോശ ചൂടാന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ചെല്ലാം എല്ലാവർക്കും ഒരു 2 കഴിക്കാനൊക്കത്തെ ആണ് ചുട്ടിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മസാല ആക്കിയിട്ട് മുമ്പ് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ദോശ ചുട്ടിട്ട് ആ മസാല ഇതിലേക്ക് ഫില്ലാക്കിയിട്ട് പിന്നെ റൗണ്ടാക്കിയിട്ട് കൊടുത്തെങ്കായി. പിന്നെ ഞാൻ ഇതിൽ എയർ ഫ്രൈയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ എണ്ണയിൽ പൊരിച്ചിട്ട് എടുക്കുന്നില്ല. എയർ ഫ്രൈയിൽ ആക്കിയിട്ട് കൊടുത്തെങ്കിലേ നല്ല ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മുട്ട സ്പ്രെഡ് ആക്കിയിട്ട് കൊടുത്താൽ മതി. മുട്ട അടിച്ചിട്ടായിട്ട് പിന്നെ അതിൽ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുത്തിട്ട് എയർ ഫ്രൈയിൽ വെച്ച് കൊടുത്തെങ്കിൽ 185 ഡിഗ്രിയിൽ വെച്ച് കൊടുത്തെങ്കിൽ നല്ല ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നു. ഫസ്റ്റില്ലേ പ്ലേറ്റിലുണ്ടാകുമ്പോൾ മുട്ട ഇതില്ലേ ബ്രഷോട് തേച്ചിട്ട് കൊടുക്കണം. ഫുള്ള് തേച്ചിട്ട് കൊടുക്കണം ഫസ്റ്റ് വെക്കുമ്പോൾ. എന്നിട്ടായിട്ട് മറിച്ചിട്ട് എയർ ഫ്രൈയിൽ മറിച്ചിട്ടായിട്ട് വെക്കണം. വെച്ചിട്ട് അതിലെ മുട്ടൻ്റെ ഇത് കാമ്പും മഞ്ഞയാണ് 2 മിക്സ് ആക്കിയത് ഉപ്പ് ഇട്ടിട്ടായിട്ട്
അതിൻ്റെ മുകളിലേക്ക് ഇതാക്കിയിട്ട് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് എന്ത് വേണ്ട, ബട്ടർ, നെയ്യ്, എണ്ണ എന്ത് ഇടണമെന്നില്ല. പിന്നെ അത് പിന്നെ 85 ഡിഗ്രിയിൽ നമ്മളെ ഫ്രൈയിൽ എത്ര ഇതുണ്ടത് എല്ലായിടത്തും ഓരോരോ ഇതുണ്ടാവുമല്ലോ, അങ്ങനെ അത് വെച്ചിട്ട് കൊടുത്തെങ്കിൽ മതി. അപ്പം നമ്മുടെ അല്ലേ പണികളെല്ലാം ഒരു വകയെല്ലാം കഴിഞ്ഞ് ഇനി ലാസ്റ്റ് ജ്യൂസിൻ്റെ പണിയിലേക്ക്. പിന്നെ റൂഅബ്സ നമുക്ക് മസ്റ്റല്ല, എങ്ങനെ റൂഅബ്സ വേണം. അതില്ലാണ്ട് നമുക്ക് നോമ്പ് തുറക്കാനേ കഴിയല. ഇത് കുറേ കൊല്ലായി റൂഅബ്സ ഇത് ജ്യൂസ് കുടിക്കുന്നത്. ഭയങ്കര ഇഷ്ടം റൂഅബ്സ കുടിക്കുന്നത്. അപ്പോൾ അത് നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ നിർബന്ധമുണ്ട് എല്ലാവർക്കും, അത് ഫസ്റ്റ് വേണം. അങ്ങനെ റൂഅബ്സ സർവത്ത് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ആപ്പിളും പിന്നെ പേരലപ്പഴമില്ലേ, അത് കോക്ടെയിൽ ജ്യൂസ് ഉണ്ടാക്കി. അങ്ങനെ ആയി, നമ്മളുടെ ബാങ്ക് കൊടുക്കാനായി, സമയമായിക്കൊണ്ട് വന്ന്. അങ്ങനെ ഇന്നത്തെ ഇത് നോമ്പ് മൂന്നാമത്തെ, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മളുടെ നോമ്പ് തുറക്കാനും ആയി, മൂന്നാമത്തെ നോമ്പ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഞാൻ നല്ല നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.